കാര്യങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്തിന് പൊതുവിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബോഡി എന്ന നിലക്കാണ്. അവിടെ മറ്റ് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. അത് കഴിഞ്ഞ ശേഷം കോഴിക്കോട്ട് നടന്ന ഒരു യോഗത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തുകൊണ്ടൊരു പ്രസംഗം ചെയ്തു. അതിൽ തങ്ങൾ പറഞ്ഞു, നമുക്ക് ഒന്നാവാൻ സാധിക്കുകയില്ല, നമ്മൾ ഒന്നിച്ചിരുന്നാൽ മതിയെന്ന്. ഒന്നിച്ച് ഇരുന്നാൽ മതി, ഒന്നാവാൻ കഴിയില്ല, അതാവുകയും വേണ്ട. അതൊരു വലിയ വാക്കാണ്. നമുക്ക് ഒന്നിച്ചിരിക്കാം, ചർച്ച ചെയ്യാം. നമുക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ 100 വിഷയത്തിൽ അഭിപ്രായ ഐക്യമുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ മതങ്ങൾ തമ്മിൽ കൂടിയിരിക്കുന്ന ഇന്റർഫെയ്ത്ത് മൂവ്മെന്റുകൾ വന്നിട്ടുള്ളത്. സ്വാമി അഗ്നിവേശിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം മരണപ്പെട്ട ശേഷം വേറെ ഒരു സ്വാമി മഹാരാജ് എന്ന് പറയുന്ന സുശീൽ മഹാരാജാണ് അത് ഏറ്റെടുത്തത്. സർവധർമ്മ സസ്ഥാൻ, പാർലമെന്റ് ഓഫ് ഓൾ റിലീജിയൻ എന്നാണ് ആ സംഘടനയുടെ പേര്. അവരിടക്കിടക്ക് ഡൽഹിയിൽ പല സമ്മേളനങ്ങളും ഇങ്ങനെ നടത്തി. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ബുദ്ധ, സിഖ് പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ. സൗദി രാജാവായിരുന്ന കിങ് അബ്ദുള്ള രാജാവ് ഇതുപോലുള്ള പരിപാടികൾ ലോകാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അത് മാഡ്രിഡിലും അതുപോലെ വിയന്നയിലും ഡൽഹിയിൽ പോലും നടത്തിയിരുന്നു. ഇന്റർഫെയ്ത്ത് സമ്മേളനങ്ങളായിരുന്നു. അതിൽ കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ പോലും പങ്കെടുത്തിരുന്നു പലതിലും. അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ, ഒരു ചർച്ചയിൽ ഈ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഈ വലിയ സംവിധാനത്തിൽ ഒരാൾ പറഞ്ഞു, ഇത് ഇന്റർഫെയ്ത്ത് സമ്മേളനമാണല്ലോ, നമുക്കൊരു ഇൻട്രാഫെയ്ത്ത് സമ്മേളനം വേണം. എന്നാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഭാഗങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു. അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം മക്കയിൽ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി തവാസുൽ എന്ന പേരിൽ ഒരു സമ്മേളനം നടത്തിയിരുന്നു. അതിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ വീക്ഷണങ്ങളുള്ള പണ്ഡിതന്മാർ അവിടെ പങ്കെടുത്തിരുന്നു. റാബിത്ത ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നടത്താറുണ്ട്. ഞാനതിൽ ചിലതിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ അതിൽ അലിക്കുട്ടി ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ ഫിഖ് കോൺഫറൻസ്. ഇങ്ങനെ പലതും പല സ്ഥലത്തും ആളുകൾ അങ്ങനെ പങ്കെടുക്കാറുമുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു കൂടിയിരിക്കൽ നമ്മൾ ഒന്നാവേണ്ട, അതിന് കഴിയില്ല, നമ്മൾ ഒന്നിച്ചിരുന്നാൽ മതി എന്ന് പറയാവുണ്ട്. ആ നിലയിൽ ഇത് വളരെ വലിയൊരു സംഭവമായി ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് കേരള ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. ദക്ഷിണേന്ത്യ സംഘടിപ്പിച്ചതെന്നാണ്. ഇത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇത് ഇനി അങ്ങനെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച്, അതെ, എല്ലാ സ്റ്റേറ്റിലും ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും ഇതൊരു ഉണ്ടായിത്തീർന്നാൽ ഉപകാരപ്പെടും. ഞാനിതിന് പോരുമ്പോഴേ KNM-ന്റെ നിർവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റിനോട് TP അബ്ദുൽ മദനിയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടിക്ക് തൊടിയൊരു കത്തയച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എന്തിനാ വെച്ചാല്, നമ്മളൊരു യോഗത്തിലേക്ക് പോയിട്ട് നമ്മൾക്കിടയിൽ വേറെ ഫിത്നകൾ ഉണ്ടായാലോ അതുണ്ടാകില്ല. അങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മൗലവി എന്നോട് പറഞ്ഞു, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പോകണം, വളരെ നല്ല ഒരു ആശയമാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. ഒരുപാട് അസൗകര്യം ഉണ്ടായിട്ടും അവിടുന്ന് കോഴിക്കോട് നിന്ന് ഞാൻ വന്നത് എൻ്റെ പ്രസിഡന്റ് TP അബ്ദുൽ മദനി വരാൻ പറഞ്ഞത് കൊണ്ട് കൂടിയാണ്. നഷ്ടപ്പെട്ട അസ്തിത്വം, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട ആ കാരുണ്യം, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട ആ സുൽഹ്, ഇതൊക്കെ നാം വീണ്ടെടുക്കണം. നമ്മളെ പറ്റി നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞ എന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്, ശരീരങ്ങളെ പോലെയാണ്. അവരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് പറഞ്ഞു തീർക്കും. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ, വിധിവിലക്കുകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യവാന്മാരാക്കാൻ വേണ്ടി. കാരുണ്യം, കരുണ, റഹ്മ്, ഖൈറ്, ഇതിൻ്റെ എല്ലാം വാഹകരാണ് നമ്മൾ. സംഘർഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഉടമകളല്ല നാം. നമുക്ക് വരുന്ന ദുഃഖങ്ങൾ പോലും സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ് നാം. നമ്മുടെ ക്ഷമ, നമ്മുടെ സ്വബറിന് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇന്ന് പഠിക്കുന്ന നമ്മൾ. സ്വന്തം സഹോദരനോടുള്ള എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം കേസുകൾ ഇത് കുടുംബങ്ങളിൽ, അതുപോലെ അത് വളർന്ന് സംഘടനകളിൽ പോലും എത്തി. ഓരോ സംഘടന
ഇത് മനസ്സിലാക്കുകയാണ് അലവി എന്ന് പറയുന്ന ആ മുസ്ലിം കുട്ടി. ആ കുട്ടി തൻ്റെ പിതാവിൻ്റെ കടയിൽ നിന്ന് എപ്പോഴും എല്ലാ ദിവസവും ഒരു പഴം പലചരക്ക് കട നടത്തുകയാണ് പിതാവ്. ഒരു പഴം പിതാവ് അറിയാതെ ശ്രദ്ധിക്കാതെ എടുത്തുകൊണ്ട് അത് കൊണ്ടുപോയി തൻ്റെ പ്ലേറ്റ് ബാഗിലാക്കിക്കൊണ്ട് അത് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഗോവിന്ദന് കൊണ്ടുപോയി കൊടുക്കും. അതായിരുന്നു ഗോവിന്ദൻ്റെ ഉച്ചനേരത്തെ ഭക്ഷണം. ആ അലവിയും ഗോവിന്ദനുമൊക്കെ വളർന്നു വലുതായി ഗോവിന്ദൻ മലയാളത്തിലെ മഹാകവി ഇടശ്ശേരിയായിട്ട് മാറുമ്പോൾ അദ്ദേഹം എഴുതിയ കവിതയാണല്ലോ ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വന്മലകൾ ഇസ്ലാമിന് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും മതാതീതമായിട്ടുള്ള ആത്മീയതകൾക്കും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നമ്മുടെ നാട് ഉൾക്കൊള്ളുന്ന സാഹോദര്യത്തിൻ്റെ ദർശനത്തെ സംബന്ധിച്ചാണ് ശ്രീനാരായണ ഗുരു ദീർഘദർശനം ചെയ്തതെങ്കിൽ അതിമഹത്തായ ആശയങ്ങൾ തന്നെയാണ്, സ്നേഹത്തിൻ്റെ ആശയങ്ങൾ തന്നെയാണ് പ്രവാചകൻ തിരുമേനിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ വിളിക്കുന്ന ക്രൈസ്തവ സഹോദരന്മാർ, ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്ന മഹാമനീഷികളെല്ലാം ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആശയങ്ങളാണ്. എന്നെ പൂർണ്ണമായും അംഗീകരിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ഫെബ്രുവരി 1 മുതൽ 7 വരെ ഇന്റർഫെയ്ത്ത് ഹാർമണി വീക്കായി അഥവാ മതാന്തര വൈവിധ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുവാൻ അവസരമുണ്ടാക്കുന്ന വേദികൾ ലോകാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ഈ വർഷം ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ഇത് ആഘോഷിക്കുകയുണ്ടായി. ബഹുമാന്യനായ നമ്മുടെ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ഒരു ദിവസം അവിടെ പ്രഭാഷകനായിരുന്നു. മറ്റൊരു ദിവസം ഈ വിനീതനും അവിടുത്തെ പ്രഭാഷകനായിരുന്നു. 7 ദിവസങ്ങളിൽ 7 ആൾക്കാരെ കൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു. യഥാർത്ഥത്തിൽ അതിൽ എന്നെ ഏറെ ആകർഷിച്ചത് ഈ വാരാചരണത്തിന്റെ ഭാഗമായി ഇപ്രാവശ്യം 2025 ഫെബ്രുവരിയിൽ ഐക്യരാഷ്ട്രസഭയിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ നടത്തിയ പ്രഭാഷണമാണ്. അദ്ദേഹം ഇതെല്ലാം നിങ്ങൾക്ക് വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്, അത് നിങ്ങളൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടം വംശവെറിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത വിധം മതവൈര്യം ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ വർഷമാണ്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ ഒരു പതാക ആകാശത്തിന് മുകളിൽ കൂടി പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലപ്പെട്ട, ഒരുപാട് 15,000 20,000-ത്തോളം കുട്ടികളെ അറുകൊല ചെയ്ത, 50,000-ത്തിലധികം മനുഷ്യരെ കൊന്നുകൊഴിച്ചു മൂടിയ, അതുപോലെ ഇത്രയും വലിയൊരു ജനസംഖ്യക്ക് ജീവിക്കുവാൻ വീടില്ലാതെയാക്കിയ ഫലസ്തീൻ ഗാസ സംഭവം ഉണ്ടാവുന്നത്. ഒരു വിദ്വേഷം ആളുകളില്, ജനങ്ങളില്, രാഷ്ട്രങ്ങളില് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് അതെന്തുകൊണ്ടാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തണം. നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്, ഒരേ ഒരു ദൈവം തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ ഓരോരോ വിശ്വാസത്തില്, ഓരോരോ മതത്തിലും ഒക്കെ കഴിയുന്നു, അതിലേക്ക് പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് മനുഷ്യനും തമ്മിലുള്ള ഒരു സൗഹൃദം നമുക്ക് പലപ്പോഴും പലയിടത്തും കാണാൻ കഴിയും. ഒരു മതത്തിനും അതീതമായിട്ട് സ്നേഹത്തിൻ്റെ ആ വില, അത് നമുക്ക് ഒരിക്കലും അതിൻ്റെ പറ്റി എത്ര പറഞ്ഞാലും മതിയാകില്ല. ആ ഒരു സൗഹൃദം ഈ ലോകത്ത് നിന്ന് അസ്തമിക്കാൻ ഇടവരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നും എനിക്ക് വളരെ ദയവായിട്ട് ഞാൻ നിങ്ങളോടൊക്കെ
അഭ്യർത്ഥിക്കുകയാണ്. അതിന് നിങ്ങളും മുൻകൈയെടുക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുകൊണ്ട് അത് ആദ്യമായിട്ട് പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മുസ്ലിം സംഘടനകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ ഓരോരുത്തരും ഒന്ന് ശ്രമിക്കേണ്ടത് ഉലമാക്കൾ വളരെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതൊക്കെ നേതാക്കൾ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ചിലര് എന്തെങ്കിലുമൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പറയും. അത് നമ്മൾ പരിഗണിക്കരുത് എന്നാണ് എനിക്ക് പറയാറുള്ളത്. പിന്നെ പണ്ഡിതന്മാർ അൽഹംദുലില്ലാ എല്ലാവരും വളരെ ഐക്യത്തോടുകൂടെ യോജിപ്പോടുകൂടെ കഴിയണം. ഇന്ന് നമ്മൾക്കെതിരായി അതുപോലെ തന്നെ സംഘടനകൾക്കെതിരായി, മുസ്ലിം സംഘടനകൾക്കും എതിരായി പല പാർട്ടികളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന്. അതുകൊണ്ട് നമ്മൾ വിമർശന രംഗത്ത് നിന്ന് നമ്മൾ അതിൽ നിന്ന് പിന്മാറണം. അതുപോലെ തന്നെ മറ്റ് സംഘടനകളും പരസ്പരമുള്ള വിമർശനത്തിൽ നിന്ന് ഒഴിവാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു ഈ സംഘടന ദുഷകള ജമിയത്തുൽ ഉലമ മറ്റ് സംഘടനകൾ അത് അവസാനം വരെ അത് നിലനിർത്തട്ടെ. ഇന്ന് ഈ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ആവശ്യമില്ലാതെ ഒരു വിമർശനവും നടത്തിയിട്ടില്ല. സത്യസന്ധമായ നിലയിൽ നേതാക്കളുമായിട്ട് ആലോചിച്ചിട്ട് ഏത് കാര്യവും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നേ വരേക്കും അതിനൊരു വിമർശനം നേരിട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ആലോചിച്ച് വേണം പറയേണ്ടത്. മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കാനും ആക്ഷേപിക്കാനും നാം നടക്കരുത്. പിന്നെ മതേതര കക്ഷികളോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത്, അവര് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് പല പാർട്ടികളുമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കാനും ആക്ഷേപിക്കാനും നടക്കണ്ട. അതുകൊണ്ട് ആ മതേതര കക്ഷികൾ ചെയ്യേണ്ടത് വർഗീയവാദികളെ കുറ്റപ്പെടുത്തണം. നിലപാടും മാനിക്കണമെന്നാണ് കേരളത്തിൽ മുസ്ലിമീങ്ങൾ പറഞ്ഞത്. പണ്ട് യേശുവിന്റെ 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു സംഗതി കേരളത്തിൽ വന്നു. അന്ന് സത്യം ഞാൻ ഇപ്പോഴും ഓർക്കണം, ആലപ്പുഴയിലാണ് സംഭവം ഉണ്ടായത്. മതത്തെ കുറച്ച് വികൃതമാക്കുന്ന ഒരു സംഗതിയായിരുന്നു. അന്ന് അതിനെതിരെ ശക്തമായി ആദ്യം പ്രതികരിച്ചത് കേരളത്തിൽ മുസ്ലിം സംഘടനകളാണ്. ക്രൈസ്തവർ പോലും പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആദരണീയ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തരുത് എന്ന് പറയാൻ രംഗത്ത് വന്നതും മുസ്ലിം സംഘടനകളാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പശ്ചാത്തലത്തിൽ ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്ന മാധ്യമങ്ങളും അതേപോലെ തന്നെ പൊതുപ്രവർത്തകരും, പക്ഷേ മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട മതത്തിന്റെ അതിർത്തികൾ, വേരുകൾ പൊളിച്ച് അകത്ത് കടന്നു വന്ന് പ്രതികൂലമായ പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടതിന് പകരം പരസ്പരം അവിശ്വാസങ്ങൾ പരത്തുകയും അകലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള ഈ ശ്രമങ്ങൾ നടക്കുന്നതിനെതിരെയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഇത്രയും വലിയ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കും ഒരുപക്ഷെ ചെറിയ അതിന്റെ പങ്കാളിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇത് തിരിച്ചറിയുകയും പരസ്പര സ്നേഹത്തിന്റെ ചെറിയ ഒരു വെളിച്ചത്തെ പോലും അത് ഊതി കാച്ചിയെടുത്ത് അത് വിളക്കി ചേർത്ത് നിർമ്മാണാത്മകമായ മേഖലയിലേക്ക് കടന്നു പോകാൻ എല്ലാവരും പരിശ്രമിക്കേണ്ട ഒരു കാലമാണ്. തീർച്ചയായും അകലങ്ങൾ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ, ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ഇടത് രാഷ്ട്രീയമായിരുന്നാലും വലത് രാഷ്ട്രീയമായിരുന്നാലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ദൈനംദിന വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ പോലും ഇത്ര രൂക്ഷമായ, അപകടകരമായ, ഭയാനകമായ അവസ്ഥയിൽ വർഗീയത വളർന്നു വരുമ്പോഴും ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് പ്രസ്താവനകളും സത്യത്തിൽ ആത്മാവ് തൊട്ടിട്ടില്ലെന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള, അപകടം രഹിതമായിട്ടുള്ള, നഷ്ടം വരാത്ത വിധത്തിലുള്ള
ഒരു 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 നിലയിലുള്ള നിലപാടുകളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയമായിരുന്നാലും ശരി, നേതൃത്വം കൊടുക്കുന്ന UDF രാഷ്ട്രീയമായിരുന്നാലും LDF രാഷ്ട്രീയമായിരുന്നാലും കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ, ഇന്നത്തെ സൗഹൃദ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തെ മതവിഭാഗങ്ങൾ അവരുടെ മേഖലകളിൽ സൗഹൃദപൂർവമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നത് പോലെ തന്നെ വർഗീയതയ്ക്കെതിരായ അതിശക്തമായ നിലപാടുകളിൽ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റവും ഭീകരമായ അപകടകരമായ ഒരു അവസ്ഥയെ മുമ്പിൽ കണ്ട് ശക്തമായ നിലയ്ക്ക് സൗഹൃദ കേരളവും സൗഹൃദ ഇന്ത്യയും നിർമ്മിച്ചെടുക്കുന്നതിന് എല്ലാം മറന്ന് പരിശ്രമിക്കണമെന്നാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗ് നൽകുന്ന സന്ദേശം. എന്നാൽ അതല്ല, കേരളത്തിന്റെ അവസ്ഥ ഇതാണ് എന്നും നമ്മുടെ ഇന്നത്തെ ഈ ചേർത്തുപിടിക്കൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടേതായ ആ ഒരു മുഖമുദ്ര അതിന് ആവശ്യമാണ് എന്നും ചങ്കുറപ്പോടെ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവർകൾ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ഇന്നിവിടെ നടപ്പിലാക്കപ്പെടുമ്പോഴാണ് ശരിക്കും ആ ഫലത്തിന്റെ മധുരം നമ്മൾ അനുഭവിക്കുന്നത്. അത് പൂർണ്ണാർത്ഥത്തിൽ വിരിഞ്ഞ് പുഷ്പമായി കേരളം ഒട്ടുക്കും ഇന്ത്യയൊട്ടുക്കും മതേതരത്വത്തിന്റെ നല്ല ഒരു സൗകുമാരിയുള്ള അനുഗ്രഹീത പുഷ്പമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നതോടൊപ്പം ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ ഒരു അണികിട പോലും വലിയ വ്യത്യാസം വരാതെ, എന്നാൽ എല്ലാത്തിലും ഒരു മിതവ്യം പാലിച്ചുകൊണ്ടും ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമ കേരളം കണ്ട പൗരത്വത്തിന്റെ സമ്മേളനമടക്കം കേരളം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയത്തെ തീർത്തുകൊണ്ട് വലിയ സമ്മേളനങ്ങൾ നടത്തുന്നുവെങ്കിലും ആ സമ്മേളനങ്ങളിൽ ഒന്നും ഒരാളെയും നുള്ളി നോവിക്കാതെ, ഒരാളെയും വിഷമിപ്പിക്കാതെ അത് നടത്താൻ ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമാണ്. എന്നാൽ അങ്ങനെ മിതവ്യത്തോടു കൂടി ആരെയും തൊട്ടു നോവിക്കാത്തത് കൊണ്ടാണോ ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയെ ഒരുപക്ഷെ പലരും അറിയാതെ പോകുന്നത് എന്ന് ഞാൻ സംശയിക്കുകയാണ് ഈ സമയത്ത്. ഏതായിരുന്നാലും എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും ആരെയും ഒരു കുടക്കീഴിൽ അണിനിർത്താനുമുള്ള വിശാലത ഈ പ്രസ്ഥാനത്തിനും ഇപ്പൊ നയിക്കുന്ന നേതാക്കൾക്കും അണികൾക്കും ഉണ്ട് എന്നത് ഈ സമീപകാലങ്ങളിൽ കാലം കണ്ട ഒരു സത്യമാണ്. അത് ഉയർത്തിപ്പിടിക്കുവാനും നിലനിർത്തിക്കൊണ്ടുപോകുവാനും അള്ളാഹു തമ്പുരാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തിൽ വന്നു ചേർന്ന പ്രിയപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളുടെ സംഘടനാ നേതാക്കളും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഒന്നുകൂടി ആശംസ പറയുന്നു.